ഹലോ, ഇൻട്രോവേർട്ടാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം സംസാരിച്ചാലോ? ബേസിക്കലി ഇൻട്രോവേർട്ടിസം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും തലയാണ് വരുന്നത്. ചെറുപ്പത്തിൽ ടീച്ചർ എഴുന്നേപ്പിച്ച് നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ബുക്ക് എടുത്താൽ ഫ്രണ്ടിൽ വന്നൊന്ന് വായിച്ചാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു പേടിയും വിഷമവും ആങ്സൈറ്റിയും അതുപോലെ തന്നെ എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരിക്കും. ക്ലാസ്സിൽ ഒരു സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേങ്ങയെ മനസ്സിലാവുന്നില്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ എഴുന്നേറ്റ് എന്നൊരു ചോദ്യം ചോദിക്കാനൊക്കെ ഉള്ളൊരു പേടി. ഇതൊരിക്കലും നമുക്കത് അറിയില്ല എന്നുള്ള ബോധം കൊണ്ടല്ല, പക്ഷേ ചെയ്ത ഉമ്മാരി കളിയാക്കും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇതിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ആലോചിച്ച് കൂട്ടി നേരെ പോയി റീഡ് റെസിപ്റ്റ് ഓഫ് ചെയ്തിട്ട് ഈ വോയിസ് മെസ്സേജ് എടുത്ത് കേൾക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇൻട്രോവേർട്ട് അല്ല, നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ എന്താണ് സോഷ്യൽ ആങ്സൈറ്റി? ബേസിക്കലി പണ്ട് നമ്മുടെ സലീം കുമാർ പറഞ്ഞ പോലെ, കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. ഇതാണ് കാര്യം. അതായത് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവന്റെ അവസ്ഥ സ്വയം ചൂസ് ചെയ്തതാണ്. അവന് വേണമെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഇറങ്ങി സംസാരിക്കാം, അവൻ ഒറ്റയ്ക്ക് ഒരു സെമിനാർ എടുക്കാം, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാം, ഒറ്റയ്ക്ക് നടക്കാം. ആൾക്കാരെ അവന് പേടിയില്ല, അവരുടെ വാലിഡേഷനെ പറ്റി അവൻ കെയർ ചെയ്യുന്നില്ല. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ഇതായിരിക്കില്ല അവസ്ഥ. അവർക്ക് ഈ ഒരു വാലിഡേഷനെ പേടിയായിരിക്കും. ഒരാൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഇവരെല്ലാം നമ്മളെ തന്നെയാണോ നോക്കുന്നതെന്നൊരു പേടി വരും. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തെറ്റിപ്പോവോ, ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നാൽ ശരിയാവോ, ആൾക്കാർ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുവാണല്ലോ, അല്ലെങ്കിൽ ഇതിനടുത്ത് എന്തോ പ്രശ്നമുണ്ടല്ലോ, ഞാനത് ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ ഫോൺ വിളിച്ചാൽ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഒരു കൂട്ടമുണ്ടാവും. ബേസിക്കലി ഇവർ മരിക്കാൻ കിടന്നാൽ പോലും അടുത്തുള്ള ഒരാളോട് സഹായം ചോദിക്കത്തില്ല. ഈ സോഷ്യൽ ആങ്സൈറ്റി ഇത്ര വലിയ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ ചെറുതും വലുതുമായിട്ട് നമ്മളെല്ലാവരുടെ അകത്തുണ്ട് ഈ ഒരു സോഷ്യൽ ആങ്സൈറ്റി. ഈ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡേ ടു ഡേ റൊട്ടീനെ, അതായത് നമ്മുടെ ഓഫീസ് വർക്കിനെ, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഇത് അഫക്ട് ചെയ്ത് തുടങ്ങും. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിച്ചു കഴിയുമ്പോഴും നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ ചിലപ്പോൾ ഇത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇവൻ ചില പാരൻസ് പിള്ളേരെ പറ്റി പറയുന്നത് കേട്ടില്ല, അയ്യോ അവൻ ഇൻട്രോവേർട്ടാണ്, അവനങ്ങനെ സംസാരിക്കാറില്ലെന്ന്. അത് ഇൻട്രോവേർട്ടിസം ആണോ അതോ സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. സോഷ്യൽ ആങ്സൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള പേടികൾ, ഒറ്റപ്പെടലുകൾ, അതിന് ശരിയായിട്ടുള്ളൊരു സപ്പോർട്ട് ലഭിക്കാതിരിക്കുക, അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിൽ ഉണ്ടായ കളിയാക്കലുകൾ, ബുള്ളിങ്, ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരാൾ സോഷ്യൽ ആങ്സൈറ്റഡ് പേഴ്സൺ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കുള്ളത് ഇൻട്രോവർട്ടിസം ആണോ അതോ സോഷ്യൽ ആങ്സൈറ്റി ആണോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു ചോയ്സ് ആണോ അതോ ഒരു പേടിയാണോ എന്നുള്ളത്. സോ നിങ്ങൾ ഇൻട്രോവർട്ട് ആണോ അതോ സോഷ്യൽ ആങ്സൈറ്റി പേഴ്സൺ ആണോ? ക്രൗഡ് എനിക്ക് ഇഷ്ടമല്ല. അതെന്നാ? ഐ സ്റ്റിൽ ക്യാൻ ഗോ ഫോർ എ സർജിക്കൽ സ്ട്രൈക്ക്. പക്ഷെ ഒരു കല്യാണത്തിന് പോകാൻ മടിയാ. അതിന്റെ കുഴപ്പം കാണാനുണ്ട്.